അങ്ങനെ ആപ്പിൾ നിലവിൽ iOS 27 ബീറ്റ അപ്ഡേറ്റ് ഒക്കെ റിലീസ് ചെയ്ത് ആ ഒരു ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ആപ്പിളിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 26.5.2 അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തത്. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ലേശം ഡിലേ ആയെന്നറിയാം, എങ്കിലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 26.5.2 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ്, അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതോടൊപ്പം പ്രീവിയസ് അപ്ഡേറ്റിൽ നിരവധി യൂസേഴ്സ് കമൻറ്റ് ചെയ്തും മെസ്സേജ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് iPhone 17, 16 ഒക്കെ സീരീസ് ഡിവൈസുകളിൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ സംഭവിച്ചു കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം, അല്ലെങ്കിൽ ഫാസ്റ്റ് ബാറ്ററി ഡ്രെയിൻ, ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് സൈസ്. യൂഷ്വലി നമ്മൾ ഡബിൾ പോയിന്റ് അപ്ഡേറ്റുകൾക്കൊന്നും തന്നെ ഈ ഒരു 700-800 MB സൈസ് ഒന്നും കാണാറില്ല, അതിൽ കുറവായിരിക്കും യൂഷ്വലി വരുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് അറൌണ്ട് 800 MB ആണ് നമ്മൾ iPhone 17 Proയിൽ വന്ന് നിങ്ങളുടെയൊക്കെ ഡിവൈസിലും ഓൾമോസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസ് അനുസരിച്ച്, ഡിവൈസിന്റെ മോഡൽ അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകും. ആദ്യം തന്നെ ഇതിന്റെ ബിൽഡ് നമ്പറിൽ നിന്ന് തുടങ്ങാം. വേർഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ടാപ്പ് ചെയ്താൽ മനസ്സിലാവും 23F84 എന്നുള്ളതാണ്. ഇനി ഇതിൽ മോഡം ഫേംവെയർ അപ്ഡേറ്റ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രീവിയസിലുണ്ടായിരുന്ന സെയിം മോഡം ഫേംവെയർ തന്നെയാണ്. ഇനി മറ്റാർക്കെങ്കിലും ഏതെങ്കിലും ഡിവൈസിൽ മോഡം ഫേംവെയറിൽ ചേഞ്ച് എന്തെങ്കിലും ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പക്ഷേ ഇതിൽ ഗെയിൻ ചെയ്തേക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റോറേജിന്റെ കാര്യത്തിലാണ്. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റോറേജ് സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 250 GB ആയിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിപ്പോൾ 246 GB, വിച്ച് മീൻസ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 4 GB നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന വാൾപേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, നമ്മളുടെ പേജിൽ പോവുക, അതിലെ ബ്രോഡ്കാസ്റ്റ് ചാനൽ, ഇതാണ് ബ്രോഡ്കാസ്റ്റ് ചാനൽ, അതിൽ ഞാൻ ഈ ഒരു വാൾപേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഡെയിലി ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ വാൾപേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഫോളോ ചെയ്യുവാണെങ്കിൽ സ്ഥിരം നിങ്ങൾക്ക് പുതിയ വാൾപേപ്പേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഇനി 26.5.2 എന്ന് പറയുന്ന ഈ ഒരു ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് നോർമലി നമ്മൾ കാണുന്ന ഒരു ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് പോലെയല്ല. ഒന്ന്, ഇതിൻ്റെ അപ്ഡേറ്റ് സൈസ് വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഗ് ഫിക്സുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ആപ്പിളിൻ്റെ റിലീസ് നോട്ടിൽ യാതൊരു തരത്തിലുള്ള ബഗ് ഫിക്സുകൾ പാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തില്ല. പകരം സെക്യൂരിറ്റി ഫിക്സസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വിച്ച് മീൻസ് കുറേ അധികം സെക്യൂരിറ്റി പാച്ചസുകൾ ഈ ഒരു അപ്ഡേറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ സെക്യൂരിറ്റി പേജിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 26.5.2 എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30-ലധികം സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് ആണ് ആപ്പിൾ ഇതിൽ മെയിനായിട്ട് പാച്ച് ചെയ്തേക്കുന്നത്. സോ ഒരു കാര്യം എനിക്ക് കൺഫേം ചെയ്യാം, നിങ്ങൾ iOS 26 ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് വേർഷനാണ് നിങ്ങളുടെ ഡിവൈസിൽ റൺ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ 26.5 4 ഒക്കെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരൊറ്റ കാരണം അല്ലെങ്കിൽ കാര്യം തന്നെ മതി ഈ ഒരു അപ്ഡേറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ. കാരണം ഡേ ടു ഡേ ഉള്ള യൂസേജിൽ നിരവധി തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെഡുകൾ നമ്മുടെ ഡിവൈസിൽ ഉണ്ടാകാറുണ്ട്. സോ ഇതെല്ലാം ക്ലിയർ ചെയ്യുക, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൃത്യമായിട്ട് കണ്ടുപിടിക്കുക, അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലുള്ള സെക്യൂരിറ്റി വൾനറബിലിറ്റീസ് അല്ലെങ്കിൽ പാച്ചസുകൾ കൊണ്ടുവരുന്നതിലൂടെ ആപ്പിൾ ഉദ്ദേശിക്കുന്നത്. സോ മെയിനായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ഫോക്കസ് ചെയ്തേക്കുന്നത് സെക്യൂരിറ്റി വൾനറബിലിറ്റീസിൻ്റെ പാച്ചസ് ആണ്. രണ്ടാമത്തെ കാര്യം പെർഫോമൻസ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ എനിക്ക് ഇത്രയും നേരത്തെ വളരെ കുറച്ച് മണിക്കൂറിലെ യൂസേജിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വലിയ ഭീകരമായിട്ടുള്ളൊരു പെർഫോമൻസ് മാറ്റം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന iOS 27 എന്ന് പറയുന്ന അപ്ഡേറ്റ് ബേസ് മോഡൽ ഐഫോണിൽ പോലും, അതായത് iPhone 11 പോലും വളരെ മാരകമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ആപ്പിൾ iOS 27 എന്ന് പറയുന്ന അപ്ഡേറ്റിലൂടെ കൊണ്ടുവരുന്നത്. iOS 27 നമുക്കറിയാം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഒഫീഷ്യലി നമ്മളുടെ എല്ലാ ഡിവൈസുകളിലേക്ക് അവൈലബിൾ ആകും. സോ അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, iOS 27 ഒരു ട്രാൻസിഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിനെ കണ്ടാൽ മതി. ഒന്നാമത്തെ കാര്യം, പെർഫോമൻസിന് നമുക്ക് ഈ പറഞ്ഞ ഭീകര പെർഫോമൻസിൻ്റെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ എങ്കിൽ കൂടിയും പ്രീവിയസ് അപ്ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോഴും അത് ഓപ്പൺ ചെയ്യുന്നതിനാണെങ്കിലും അത് ഓപ്പണായി വരുന്ന റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും കാര്യമായിട്ടുള്ളൊരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലുണ്ട്. പ്രധാനമായിട്ടും ബാറ്ററി. കാരണം കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം നിരവധി യൂസേഴ്സ് ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ്, പ്രത്യേകിച്ചും iPhone 17 യൂസേഴ്സ് പെട്ടെന്നുണ്ടാകുന്ന ബാറ്ററി ഹെൽത്തിൻ്റെ ഡ്രോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ബാറ്ററിയിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് നോക്കാം. ഞാൻ കഴിഞ്ഞ അപ്ഡേറ്റ്, ആ ഒരു അപ്ഡേറ്റിൻ്റെ വീഡിയോ 26.5.1 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 26.5 അപ്ഡേറ്റ് ആയപ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് 99% പോയി. അതിനുശേഷം 26.5.1 അപ്ഡേറ്റ് വന്നപ്പം 97% പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം, 94 എന്ന് പറയുന്ന പെർസെൻറ്റേജിലേക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സോ ഈ ഒരു 1.5 മാസം കൊണ്ടാണ് ഇത്രയധികം ഡ്രോപ്പ്, അതായത് ഏകദേശം 6% ഡ്രോപ്പാണ് എൻ്റെ ബാറ്ററി ഹെൽത്തിൽ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ കൗണ്ട് കാണാം, ആൻഡ് ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത ടൈമും കാണാം. സെപ്റ്റംബറിൽ മുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 10 മാസമായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്.
അതിൽ മോശമല്ലാത്തൊരു ബാറ്ററി സൈക്കിൾ കൗണ്ടും കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കപ്പാസിറ്റി അതിനനുസരിച്ച് എന്താണോ ഞാൻ ഈ കഴിഞ്ഞ 10 മാസം എങ്ങനെയാണ് യൂസ് ചെയ്തത് അതിന് തത്തുല്യമായിട്ടുള്ളൊരു ഡ്രോപ്പാണ് സംഭവിച്ചേക്കുന്നത്. സോ ഇതിലെനിക്ക് വലിയ കുറ്റമായിട്ട് തോന്നുന്നില്ല, കാരണം ഞാൻ വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇനി റഫ് അല്ലെങ്കിൽ കൂടിയും പല യൂസേഴ്സിൻ്റെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ കമൻസിലും മെസ്സേജസിലൊക്കെ ലഭിക്കുന്നൊരു കാര്യമാണ്, അപ്ഡേറ്റ് ചെയ്തു പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഫോൺ വാങ്ങിയത് ബാറ്ററി ഹെൽത്തിനെ കീപ്പ് ചെയ്യാനല്ല. സോ ബാറ്ററി ഹെൽത്തിനെ ആ വഴിക്ക് അങ്ങ് വിടുക. ഇനി കൂടുതൽ കൺസേൺ ഉള്ളവർക്ക് വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകും ചിലപ്പോൾ ചില യൂസേഴ്സിന്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ വീഡിയോയിൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, എൻ്റെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകാൻ തുടങ്ങിയത് കഴിഞ്ഞ മാസം മുതലാണ്. കഴിഞ്ഞ മാസം 26.5 അപ്ഡേറ്റിൽ 99%ലേക്ക് വന്നു. 26.5.1 അപ്ഡേറ്റിലേക്ക് വന്നപ്പം അത് 97%ലേക്കായി. ഇപ്പം 26.5.2 അപ്ഡേറ്റിലേക്ക് വന്നപ്പം 94%ലേക്കായി. ഇനി ഇതിപ്പം അടുത്ത അപ്ഡേറ്റിൽ 26.6 ആണ് അടുത്ത വരാൻ പോകുന്ന അപ്ഡേറ്റ്. അതിൽ ഈ ഒരു ഹെൽത്തിന് വലിയ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. അടുത്ത ഒരു 2-3 മാസത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ പോകുമായിരിക്കും. പിന്നെ ആയിരിക്കും ഒരു ചേഞ്ച് വരുന്നത്. ഇതൊക്കെ യൂഷ്വലാണ്. ചില യൂസേഴ്സിന് ഫോൺ യൂസ് ചെയ്ത് 1 അല്ലെങ്കിൽ 2 മാസത്തെ യൂസേജ് കൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് കാണിച്ചു തുടങ്ങും. എന്നാൽ അത് ഏതെങ്കിലും ഒരു സമയം എത്തുമ്പം 3-4 മാസത്തെ യൂസേജിന് ശേഷം അത് അവിടെ നിൽക്കും, ഒരു പോയിന്റിൽ അങ്ങ് നിൽക്കും. ചിലപ്പോൾ 98-ലോ 97%-ലോ അങ്ങ് നിൽക്കും. അത് പിന്നീട് ഒരു 6-7 മാസത്തെ യൂസേജിന് ശേഷമായിരിക്കും പിന്നെ ഒരു ഡ്രോപ്പ് സംഭവിക്കുന്നത്. ഈ ഡ്രോപ്പ് സംഭവിക്കുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയം മുതലേ ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡായി തുടങ്ങുവാണ്. എന്നാൽ അത് റിഫ്ലക്റ്റ് ആകുന്നത് ഇതുപോലെ ബാറ്ററി ഹെൽത്ത് പെർസെൻറ്റേജ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കുറച്ച് നാളത്തെ യൂസേജിന് ശേഷമായിരിക്കും. ചില യൂസേഴ്സിന് ആദ്യം മുതലേ കാണിക്കും, ചില യൂസേഴ്സിന് ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഫോൺ വാങ്ങി ഞാൻ ഈ കഴിഞ്ഞ 9 മാസം വരെയും ജൂൺ വരെയും ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% ആയിരുന്നു. കഴിഞ്ഞ 1.5 മാസം കൊണ്ടാണ് ആ ഡ്രോപ്പിൽ ഇവിടെ നമ്പറിൽ വ്യത്യാസം വന്നു തുടങ്ങിയത്. സോ വിച്ച് മീൻസ് ഇത് ഒറ്റ അടിക്കുണ്ടാകുന്ന ഡ്രോപ്പല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് യൂസേജിലുണ്ടായിരുന്ന ഡ്രോപ്പാണ്. പക്ഷെ അത് റിഫ്ലക്റ്റ് ആയത് ഈ കഴിഞ്ഞ ഒരു മാസത്തെ അപ്ഡേറ്റുകൾക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് ശേഷമാണ്. എന്ന് കരുതി നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മളുടെ ചാർജിങ് രീതികൾ, ഫോണിൻ്റെ യൂസേജിൻ്റെ രീതികൾ, ഇതെല്ലാം പലതും പല ആളുകൾക്കും പല രീതിയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നത്, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. സോ അതിൽ ചില യൂസേഴ്സിനും പെട്ടെന്ന് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് കാണിക്കും, ചില യൂസേഴ്സിന് പതുക്കെ കാണിക്കത്തും. അത് വലിയ കാര്യമുള്ള കാര്യമല്ല. സോ ഫോൺ വാങ്ങിയത് നമ്മൾ ഫോൺ ബാറ്ററി ഹെൽത്ത് കീപ്പ് ചെയ്യാനല്ല, നമ്മളുടെ ഇഷ്ടത്തിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. സോ അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇനി ബാറ്ററിയിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ബാറ്ററി ഡ്രെയിനിങ് സംഭവിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ അപ്ഡേറ്റ് 26.5 അപ്ഡേറ്റിന് ശേഷമോ 26.5.1 അപ്ഡേറ്റിന് ശേഷമോ നിങ്ങൾക്ക് ഇപ്പോഴും ബാറ്ററി ഡ്രെയിനിങ് മാറുന്നില്ല, കണ്ടിന്യൂസ്ലി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 26.5.2 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് OT തന്നെ ചെയ്യാം. ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഫോണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. OT അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്, ഐട്യൂൺസ് ഉപയോഗിച്ചല്ല. ഇത് ചെറിയ അപ്ഡേറ്റ് ആയതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ സിവിയർ ആയിട്ടുള്ള ബാറ്ററി ഡ്രെയിനിങ്, അതോടൊപ്പം പെർഫോമൻസ് ഇഷ്യൂ, ക്യാമറയ്ക്ക് എന്തെങ്കിലും ബഗ്ഗുകളോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഓപ്ഷൻ എന്ന രീതിയിൽ ഒരു ക്ലീൻ ഇൻസ്റ്റലേഷൻ ചെയ്യുക എന്നുള്ളതാണ്, ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഐട്യൂൺസ് ഉപയോഗിച്ചോ 3 ടൂൾസ് ഉപയോഗിച്ചോ ചെയ്യാതാണ്. അത് കഴിഞ്ഞ ഒരു വീഡിയോയിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്ക് മാനുവലി ചെയ്യാം, അതല്ലാതെ ഓട്ടോമാറ്റിക്കലിയും ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഇനി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അടുത്ത ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ് മാത്രമല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബഗ്ഗുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു വോളിയം ബോക്കർ അപ്പും ഡൗണും പ്രസ് ചെയ്യുക. ദെൻ ഈ ഒരു പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലൈഡ് ടു പവർ ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകും. ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക, ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഫോൺ അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ഫോൺ ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ. സോ ഇങ്ങനൊരു റീസ്റ്റാർട്ട് കൊണ്ട് ബാറ്ററി ഡ്രെയിനിങ് സംഭവിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഇൻഡെക്സിങ്ങോ മറ്റെന്തെങ്കിലും പ്രോസസ്സിങ്ങോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കില്ല് ചെയ്യാൻ സാധിക്കും. സോ അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിസ്സാരം ഒരു റീസ്റ്റാർട്ടിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ഡേറ്റുകൾക്ക് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. ചിലതൊക്കെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിരിക്കും, ചിലത് അറിയത്തില്ല. സോ ആപ്പ് അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ബാങ്കിങ് ആപ്സ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പ്രോപ്പറാക്കി അപ്ഡേറ്റ് ആക്കി വെക്കുക. സോ മൊത്തത്തിൽ പറയുവാണെങ്കിൽ 26.5.2 എന്ന് പറയുന്ന അപ്ഡേറ്റ്
നിലവിൽ iOS 26 ഏതെങ്കിലും അവർ വേർഷൻ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next one. Until then, peace.